ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിച്ചു. ശുഭാംശുവിന്റെ യാത്ര ഇന്ത്യക്കാർക്ക് പ്രചോദനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ശുഭാംശു ശുക്ല പ്രതികരിച്ചു. और माइंडफुलनेस का लाभ भी मिलता है क्या? जी प्रधानमंत्री जी, मैं बिल्कुल सहमत हूँ. मैं कहीं ना कहीं ये मानता हूँ कि भारत ऑलरेडी दौड़ रहा है और ये मिशन तो केवल एक पहली सीढ़ी है उस एक बड़ी दौड़ का, और हम ज़रूर आगे पहुँच रहे हैं और अंतरिक्ष में हमारे खुद के स्टेशन भी होंगे और बहुत सारे लोग पहुँचेंगे. और माइंडफुलनेस का भी बहुत फ़र्क पड़ता है. बहुत सारी सिचुएशंस ऐसी होती हैं नॉर्मल ट्रेनिंग के दौरान भी या फिर लॉन्च के दौरान भी जो बहुत स्ट्रेसफुल होती हैं, और माइंडफुलनेस से आप अपने आप को उन सिचुएशंस में शांत रख पाते हैं और अपने आप को काम रखते हैं, अपने आप को शांत रखते हैं तो आप अच्छे डिसीजन ले पाते हैं. कहते हैं कि दौड़ते हुए भोजन कोई भी नहीं कर सकता, तो जितना आप शांत रहेंगे उतना ही अच्छे से आप डिसीजन ले पाएंगे. तो आई थिंक माइंडफुलनेस का बहुत इंपॉर्टेंट रोल होता है इन चीज़ों में. तो दोनों चीज़ें अगर साथ में एक प्रैक्टिस की जाएं तो ऐसे एक चैलेंजिंग एनवायरनमेंट में या चैलेंजिंग वातावरण में मुझे लगता है ये बहुत ही यूजफुल होंगी. ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, ചരിത്ര നിമിഷം, ചരിത്ര യാത്രയുടെ ശുഭകരമായ പുരോഗതി, ആ യാത്രയെക്കുറിച്ച് അവിടെ എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളെക്കുറിച്ചെല്ലാം എന്തൊക്കെയാണ് ശുഭാംശു പങ്കുവെക്കുന്നത്? പ്രധാനമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങോട്ട് പറഞ്ഞത്? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ ഇതൊരു ചരിത്ര നിമിഷമാണ്. 84-ൽ രാകേഷ് ശർമ്മ പോയ സമയത്ത് സല്യൂട്ട് 7 പേടകത്തിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ 4 പതിറ്റാണ്ടിന് ശേഷം ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തുന്നു. ഒപ്പം ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി എത്തുന്ന ഇന്ത്യക്കാരെന്ന ഖ്യാതി കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ബഹിരാകാശത്തെത്തുന്ന ഒരു സഞ്ചാരി സംസാരിക്കുകയാണ്. ഒരു അപൂർവ നിമിഷമാണ്, ചരിത്ര നിമിഷമാണ്. ആദ്യമായി സൈഫു അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചു, രാജ്യത്തെ യുവാക്കളോട് എന്താണ് പറയാനുള്ളത് എന്ന്. വലിയ സ്വപ്നങ്ങൾ കാണണം എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഒരു പക്ഷേ ഇന്നത്തെ ഈ ഇരുവരും തമ്മിലുള്ള സംസാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. വലിയ സ്വപ്നങ്ങൾ കാണുക എന്ന് ശുഭാംശു ശുക്ല ഉയരത്തിലിരുന്ന് പറയുകയാണ്, ബഹിരാകാശത്തിരുന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് ആദ്യമായി കണ്ടത് എന്ന് ചോദിച്ചു. യാത്രക്കിടയിൽ ആദ്യമായി എന്താണ് നോക്കിയത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഭൂമിയെ നോക്കി. ഉയരത്തിലെത്തിയപ്പോൾ, ബഹിരാകാശത്തെത്തിയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഭൂമിയെയാണ്. ലോകം ഒന്നായി എനിക്ക് തോന്നുന്നു എന്നാണ് ശുഭാംശു പറഞ്ഞത്. 16 തവണയാണ് ശുഭാംശു ഒരു ദിവസം ഭൂമിയെ വലം വയ്ക്കുന്നത്. ഇന്ത്യ കാണാൻ, ഇന്ത്യയെ ബഹിരാകാശത്തിരുന്ന് കാണാൻ വളരെ മനോഹരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നു. അപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ശുഭാംശു എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിലുണ്ട്. 140 കോടി ജനങ്ങളുടെയും അഭിമാനമാണ് ശുഭാംശു. ഈ യാത്ര ഒരു പുതിയ യുഗത്തിന് തുടക്കമാവട്ടെ എന്ന് പറഞ്ഞു. ശുഭാംശു പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ രാജ്യത്തോട് നന്ദി പറയുകയാണ്. എന്നെ സെലക്ട് ചെയ്തതിൽ, ഈ യാത്രയ്ക്ക് എന്നെ ഏൽപ്പിച്ചതിന്, എനിക്ക് പോകാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു. പരീക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് മൈക്രോ ഗ്രാവിറ്റിയിലുള്ള പേശികളുടെ പുനരുജ്ജീവനം എങ്ങനെ എന്നുള്ളതിൻ്റെ പരീക്ഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞു, വിജയം വരെ പരിശ്രമം തുടരണമെന്ന് ഇരുവരുടെയും സംഭാഷണത്തിനിടയിൽ പറഞ്ഞു. അതിനിടയിൽ ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ രുചികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗാജർ ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ, മൂങ് ദാൽ ഹൽവ എന്ന് പറയുന്ന പരിപ്പിന് സമാനമായ ഒരു വസ്തുവാണ്. മൂങ് ദാൽ എന്ന് പറയുന്നത് പരിപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹൽവ, മാമ്പഴത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം പാനീയം, ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടല്ലോ എന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറയുന്നു, ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ കഴിക്കുകയും ചെയ്തത് മാത്രമല്ല ഒപ്പമുള്ളവർക്ക് നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ രുചി ബാക്കിയുള്ളവരും അറിഞ്ഞു എന്ന്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതിനൊടുവിൽ ഒടുക്കം പറയാനുള്ള വാചകം ഇതാണ്. ഇന്ത്യയിലെ യുവാക്കളോടായി ശുഭാംശു ശുക്ല ബഹിരാകാശത്തിരുന്ന് പറയുന്നു, വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന്. സൈഫോ. ശരി, മഹേഷ് പോലൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.